ശ്രുതിയോടുകൂടി തോൽപ്പാവകം ഞങ്ങൾ ആരംഭിക്കുന്നു. നന്ദി, നമസ്കാരം. കമലത്തിൽ വിളങ്ങും സരസ്വതി പുസ്തകമായി താനായി 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 താന തന്നേ ഉടയ ഗണപതി കുമാരൻ ഗണപതിയേ തന്നൈ താനായി താനായി താവന്നൈ താനായി 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 താവന്നൈ താനായി താനായി തന്നൈ താനായി താനായി താവന്നൈ താനായി താനായി തന്നൈ താനവന്നേ ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമനും. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. കൊണ്ട് നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യതാ കമ്പക്കടകരി മുഖവാകന പക്ഷം പലകനി പത്തും കരുതേ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്ദകുടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളതാ. മൂഷിക വാഹന മോദകഹസ്ത രാമകർണ വിനന്ദിയ സുത വാമന രൂപ മഹേശ്വര മുക്ത വിഘ്നവിനായക പാദം നമസ്തേ. ഇന്നേ ദേവകൾ മുരയിട്ടേ വരും മൂഷിക വാഹനേ ഗണപതി ചക്കിത്തേ വരും കണ്ടക്കാര
വംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം, ജപം, തപം ഇതുകളെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? നാരായണസ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാപതിയായ ഇക്ഷാദു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടു കൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അത് മതി. സജ്ജനർക്ക് അത് മതി, അന്ധനർക്ക് അത് മതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താന ധനഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം, കുതിരയേറ്റം, വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്ന് വെക്കൂ. ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി
14 സംവത്സരം മരവരിയുടുത്ത് വൽക്കാതരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് ശൈലൂ നദി ചിത്രകോണം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുളമായിടം ഏനം കരടി കുടിയാളി ചിങ്കം വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ലു വളച്ച് വിദ്വനി കേൾപ്പിക്കാം. യഥാ യഥാ സ്മാപൈ. മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ! വൃക്ഷം മുറിച്ച സമയത്ത് അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരമല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെങ്ക മാമരത്തെ ഗുണത്തെ പാത്ത് അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയും അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം. 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിലൊരു കാൽ, തേരാ. പിന്നിലും ഒരു കാൽ, തേരാ. ഹേയ് ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്തിൽ ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇതിൽ വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. ഹേ സീതേ, ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയെ നോക്കൂ. മായം നീങ്ങിന ചിന്തனை മാമரை தூய பால்கடல் வைகுந்தன் சொல்லന ആയക്കങ്കയറും മഹത്വമേറിയ വേദങ്ങളെയും പരിശുദ്ധമായ പാൽ
ഇതിന് ഉപമയായി പറയാവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ഇതിൽ നമുക്ക് അനിവാസം ചെയ്യാം ജാനകി. അങ്ങയുടെ ഇഷ്ടം പോലെ സ്വാമി. ശരണം കണവ, നോക്കൂ, മറ്റുകൂടിയ രംഗത്തേക്കാൾ ദേഹകാന്തിയോടുകൂടി ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമി. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമായ മാനാണോ എന്ന് നോക്കി പറയൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. ഞാൻ നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ മൃഗമല്ല. മാനിനെ അയച്ച് പിറകിൽ ചില രാക്ഷസന്മാർ നിൽക്കുന്നു. യാഥാർത്ഥ്യം ജ്യേഷ്ഠനെ ബോധിപ്പിക്കാം. ഹേ ജ്യേഷ്ഠ, വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന് മാരീചനാണ് മാൻവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൻവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഈ കനകമൃഗമേ, ஓராதே நீ எங்கும் வந்தாய், உன்னை விரும்பியான் வந்தேன். சீதா கமல சீதேவி சென்று கிடைத்து சாவிந்தார். வாரா வாரா மானே நீ மறுபூங்குழலி பதக்கின்றார். தாராசுர பூனாகி ദശയായി നിன்று തളർമാൻ. ഹേ മാനെ, മാനിന്റെ കണ്ണുപോലെ ദൃഷ്ടിയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ, പഴം മുതലായ മധുര പദാർത്ഥങ്ങളിൽ തന്നെ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി 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 അല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ, ഒന്നുകൂടി പിടിച്ചു നോക്കാം. മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ ആ കുന്നിൽ പോകുന്നു. കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. മാനിനെ അസ്ത്രം അയച്ച് നിഗ്രഹിക്കുന്നുണ്ട് ദയ്യം. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ സീതേ. ഹായ് ലക്ഷ്മണ. മാനിൻ പിറകേയിൻ വിധിയാൽ വന്നേ അടക്കമായത്താൽ കാവിനെ കൊല്ലുകിറായി കാപ്പായവക്കുവനേ. കേമൊഴിയായി ജനകനരുൾ സീതേ നീയും എഴുന്തനയോ. കാനിലെന്നെ കൊല്ലുന്നേ വന്ന് എന്നെ കാമായോ. മാനിനെ പിടിക്കുവാൻ വന്ന ഞാൻ വിധിവശം നിമിത്തം രാക്ഷസന്മാരുടെ മഹാമായത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നീയെ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ആരായി സീതേ. ലക്ഷ്മണൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. മാരീചനല്ലേ മരിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം വീണ്ട
ജ്യേഷ്ഠന്റെ ദീനവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നോ ഇവിടെ? അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകും. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല. വേറൊരു വനത്തിൽ പോയി നോക്കാം. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. ഹരി ഓം ഹരി. അച്യുതം കേശവം നാരായണം ഭജി കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. വല്ലഭൻ വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. വിഷ്ണുനാരായണം രാമചന്ദ്രം ഭജേ. ജാനകി നായകൻ രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ തിങ്കളയാൽ കൊണ്ടവന്ദിത പുനരീത അമ്പലത്തരശേ അരുമരും ദേശംഭോ ആനന്ദത്തെ അരുളിരുന്നേ. പൊതുനടത്തരശേ പുണ്യനേ ശംഭോ പുലവരെല്ലാം പുകക്കണ്ണിയനേ. ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ തിങ്കളയാൽ കൊണ്ടവാ. ഹര ഹര ശിവ ശിവ മഹാദേവ ശംഭോ തിങ്കളയാൽ കൊള്ളവാ. ഭിക്ഷാം ദേഹി. അവിടുന്ന് ആരാണ്? ഹേ കുമാരി, ഞാൻ ആരാണെന്ന് പറയാം. പൊയ്സൊല്ലും മുനിവനല്ലേ പൂമകൾ മാതരാഹേ. പിവളെ കൈനാലെ ഭീക്ഷണി തരുവായിന്തേ. അസത്യം പറയുന്ന മുനിയല്ല ഞാൻ. ഭർത്താവും അനുജനും വന്ന വല്ല കായോ കനിയോ അങ്ങേക്ക് തരാമുനിയെ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണം എന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാണ്? നായകൻ ആരാണ് കുമാരി? കേട്ടാലും മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ്. ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാർമിസ്തവംശോത്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയില്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം പറഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നതുവരെ ഒരു രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ, സുന്ദരൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസപർവ്വതത്തെടുത്ത് അമ്മാനമാടിയവൻ, അഷ്ടകങ്ങളെ ജയിച്ചവൻ, പരമശിവൻ സമ്മാനിച്ച ചന്ദ്രകാസം എന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോവും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന
ഒരു സ്ത്രീയാവും. ഛേ, മുനിയെ, ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു. അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ. എടീ സീതേ, ദേവന്മാരെ പോലും മത്സരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായത് കൊണ്ട് വൃഥാ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ. പതിവ്രതാഗ്നി സീത, പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ. അവിടെയും പതിവ്രതാഗ്നി. ചന്ദ്രകാശം എന്ന വാളായത്തിലെടുത്ത് ഒരു യോജന ഭൂമിയോടുകൂടി കുത്തിപ്പുഴക്കി ഇടത്തിലെടുത്ത് കൊണ്ടുപോകാം. പക്ഷിശ്രേഷ്ഠരെ, ജയായുദേവരെ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. അഴുതിട്ടലതിയലൻ വந்தേ അഞ്ചലൻ പാരുരുവരില്ലേ കഴുകുക്കരശീൻ മാമാ കാകുസ്തന്തൻ പെരുന്തേവി ഒഴുകിയായ രാവണനെ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഞാനേ പോയി രക്ഷിച്ചുകൊള്ളാം. കിളയോടു നിൻ വാഴ്വയില്ല ചുട്ടായിതു എന്ന തുടങ്ങിയത് പട്ടായനതേ കൊടു പട്ടിനി വിട്ടേ കുടിയാതിരുന്നില്ല. ഹേ രാവണ, ദുഷ്ട, മഹാഭാവി, നീ അധർമ്മത്തിൽ ഒഴുങ്ങിയല്ലോ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. ജടായു, പരന്തുമേരു കിരിയന പറന്നു വന്ന പറവയിൽ തുടർന്നു എന്ന് പൊറുവയാകി ദൂയമാനിലെത്തുവേ. അടർന്നു യാരുടെ പിടിക്കടക്കുതയ്ക്കു മണ്ണിൽ ഇടന്നെതിർന്നു പോകിയാൻ ഗംഗയെന്ന നല്ലനെ. മൂട, ശവന്തീനി, തന്തക്കരുവി, മഹാമേരു പർവ്വതം പറന്നു വരുന്ന പോലെ നീ എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. നിന്റെ കാലും തലയും കൂട്ടിപ്പിടിച്ച് ഭൂമിയിൽ കടിച്ച് നിഗ്രഹിക്കും. കേട്ടയോ പക്ഷി? എടാ രാവണ, ദുഷ്ട, നിന്റെ കിരീടാദി ആഭരണങ്ങളും രഥവും എല്ലാം ഞാൻ കൊത്തി കൊത്തി നശിപ്പിക്കുന്നു. ജടായു, ഇനി നമുക്ക് ജീവന്റെ മർമ്മം പറഞ്ഞ് യുദ്ധം ചെയ്യാം. എന്റെ മർമ്മസ്ഥാനം ഇടത് കാലിന്റെ പെരുവിരലിലാണ്. എടാ രാവണ, എന്റെ ജീവൻ വലതുചിറകിലാണ്. ഞാനിതാ നിന്റെ ഇടതുകാൽ പെരുവിരലിൽ കൊത്തുന്നു. ചന്ദ്രകാസത്താൽ ഞാൻ നിന്റെ വലതുചിറക് വെട്ടുന്നു. അയ്യോ, ജടായുദേവൻ നീ ചെറുകുടങ്ങി കിടക്കുന്നത് എന്റെ പ്രാണനായകനെ കാണുന്നതിലേക്ക് മരണമുണ്ടാകരുതേ എന്ന് ഞാനിത് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇനി ആകാശമാർഗമായി അതിവേഗം കൊണ്ടുപോകാം. ചില ശരീരങ്ങളെ ഭൂമിയിൽ കാണുന്നല്ലോ. എന്റെ ആഭരണങ്ങളെ ഒരു പൊതിയിൽ താഴെ നിക്ഷേപിച്ചു കൊള്ളാം. തേരാ ഗംഗാരാജൻ എത്തിച്ചേർന്നു. സീതയെ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കാം. രണ്ടാ ദൂതന്മാരെ, ഇനി എല്ലാവരും എന്നെ സീതാവല്ലഭായി എന്ന് വിളിച്ചു വണങ്ങണം. ദേവസ്ത്രീകളെ, നിങ്ങൾ നല്ല നാട്ടിൽ നടത്തിയാൽ Viva
जय जय रावण लंकापति जय जय रक्त जलाधिपति जय जय कैकसी नंदन सुंदर जय जय पुलस्त्य पुत्र विभो जय जय रावण लंकापति जय जय रक्त जलाधिपति जय जय कैकसी नंदन सुंदर जय जय पुलस्त्य पुत्र विभो जय जय पुलस्त्य पुत्र विभो जय जय पुलस्त्य पुत्र विभो അത് എന്ത് നാട്യമാണ്? വിദൂഷക, അത് വേണ്ട. ഈ കഥ കേൾക്കാൻ കുറച്ച് പേരേ ഉള്ളൂ. അവരെ നീ ഓടിക്കണ്ട. വിദൂഷക, അത് തീരെ വേണ്ട. ഇവിടെ എല്ലാം അശുദ്ധിയാകും. അതെന്ത് രാഗം? ഹേ വിദൂഷക, അതൊന്നും വേണ്ടേ വേണ്ട. അത് മതി, അത് മതി. വിദൂഷക, നിനക്ക് പിതാ സമ്മാനം. അടുത്ത രംഗം ബാലി സുഗ്രീവ യുദ്ധം. ഹേ സുഗ്രീവ, ബാലിയോടുകൂടി യുദ്ധം നടത്തുക. യുദ്ധമധ്യത്തിൽ ഞാൻ ബാലിയെ വധിച്ച് നിനക്ക് രാജ്യത്തെയും ബാലിയായ രുമയെയും തരുന്നതാണ്. നിന്നെ ഞാനിതാ അനുഗ്രഹിക്കുന്നു. യുദ്ധം ചെയ്ത് ജയിച്ചു വരുവായി സുഗ്രീവ. കിഷ്കിന്ധ രാജ്യത്തിന്റെ ഗോപുരമല്ലേ ഈ കാണുന്നത്? ആദ്യമേ ജ്യേഷ്ഠനായിരുന്ന ബാലിയെ നമസ്കരിക്കാം. ശരണമേ ശരണം ബാലീശ്വരേ. അഗ്രജാവാലികേളാൽ അടിമണഞ്ഞെന്നെയൊട്ടി വിക്രമത്തുടനെ എന്തൻ ഉറുമയോടി രണ്ടും പറ്റി ഭദ്രമായി കൊള്ളുമുന്നേ ജമപുരത്ത് അറുപവേണ്ടി ജീവൻ വന്നേ വന്നേ തുടങ്ങീരാനേ. എടാ ബാലി, എന്നെ രാജ്യത്തിൽ നിന്ന് ആട്ടിത്തുരുത്തി എന്റെ ഭാര്യയായ ഉമയെ അപകരിച്ച് അക്രമവൃത്തികൾ ചെയ്തു വന്ന നിന്നെ യമപുരിയിൽ കയറ്റാൻ ഇതാ സുഗ്രീവൻ വന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ പോയിന്ന് വാടാ ബാലിയേ. ഇതാ വരുകേ, വരുകേ, സുഗ്രീവ.
ശരണമേ ശരണം സ്വാമി. സുഗ്രീവൻ ചില സഹായികളുടെ ബലം സമ്പാദിച്ചാണ് ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിന് പോകരുതേ സ്വാമി. താരെ നീ എന്നെ തടുക്ക വേണ്ട. അവന്റെ പ്രാണി നശിപ്പിച്ച് വേഗം ഞാൻ വരാം. സമാധാനത്തിലായിരിക്കൂ താരേ. എടാ ബാലി, യുദ്ധത്തിന് വാടാ ബാലി. ഇല്ലെങ്കിൽ കിഷ്കിന്ധ വിട്ട് ഓടിപ്പോടാ ബാലി. എടാ സുഗ്രീവ, നമ്മൾ കുരങ്ങുകുതിരകളെ ആദ്യം പല്ലുകൾ കൊണ്ട് കടിച്ച് യുദ്ധം ചെയ്യാം. എടാ ബാലി, നിന്റെ നനച്ച രോമങ്ങളെല്ലാം എന്റെ വായിൽ പെട്ടു. എടാ ബാലി, നീ അങ്ങനെയല്ല. ആ ഗതകളെ എടുത്തുകൊണ്ട് അന്യോന്യം അടിച്ച് യുദ്ധം ചെയ്യാം. ആ വേറെ യുദ്ധം കൂടെയുണ്ട്. എന്ത് മതയാനകൾ തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ടുമോ അതുപോലെ യുദ്ധം ചെയ്യാം. തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത. ഇനി അങ്ങനെയല്ല. ശിരസിനാൽ കുത്തണം, നെഞ്ചിനാൽ ഇടിക്കണം, പാദത്തിനാൽ ചവിട്ടണം, നഖത്തിനാൽ മാറണം, കരത്തിനാൽ കുത്തണം. ഇങ്ങനെ സകലവിധമായി യുദ്ധം ചെയ്യാം. തിത്ത തിന്ത താകിട തീ തീ തിന്ത തൈ. തിത്ത തിന്ത താകിട ദീ ദീ 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 തിന്ത തൈ. എടാ സുഗ്രീവ, നീയല്ലേ എന്നെ ആദ്യം യുദ്ധത്തിന് വിളിച്ചത്? ഞാനിതാ എന്റെ വായിൽ നിന്ന് വലിഞ്ഞു വെക്കുന്നു. എടാ സുഗ്രീവ, നിനക്ക് കിഷ്കിന്ധ വേണോ? വേണ്ട വേണ്ട. നിന്റെ പത്നി ഉമ്മ വേണോ? നീ എന്നതായ എതിരാൻ കൊണ്ട് എന്ന് പറയുന്ന പർവ്വതത്തിൽ ഓടുമോ നീ? ഏ? ഓടി പോകോ? ഓടി പോകോ? എടാ വാലി, ഇനി ഞാൻ എന്റെ വാല് നിന്നെ വലിഞ്ഞു വെക്കും. എടാ വാലി, നീ കിഷ്കിന്ധ വേണോ? വേണ്ട വേണ്ട. താര വേണോ? അയ്യോ, വേണ്ട. ഉമ്മ വേണോ? ഇതൊന്നും വേണ്ട. വേണോ? വേണ്ട വേണ്ട. അയ്യോ, അയ്യോ. ഇവിടെ പോരെ വേണ്ട. തേരാ. എടാ സുഗ്രീവ, ഇനി ഞാൻ നിന്റെ പാദം കൂട്ടിപ്പിടിച്ച് ഭൂമിയിലിട്ട് അടിച്ച് കൊല്ലുവാൻ പോകുന്നു. തേരാ. ഹേയ് ശ്രീരാം, സ്വാമി, ബാലി ഇതാ സുഗ്രീവനെ ഭൂമിയിലിട്ട് അടിച്ച് നിഗ്രഹിക്കാൻ പോകുന്നു. അതിവേഗം ബാലി വധം ചെയ്യപ്പെടണേ സ്വാമി. ഹേ മാരുതേ, നീ പിൻപറ്റിക്കൊള്ളുക. ഞാൻ ഈ വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ബാലിയുടെ മാറിലേക്ക് ഇതാ അസ്ത്രമയക്കാം. എടാ എടാ സ്മപ്പേ. അയ്യോ അയ്യോ ആരായി മനസ്സിൽ നിമിതാകോലോ നീലകണ്ഠനെയും ശൂലമോ അമിതാകോലോ അന്തനിൽക്കുന്നൊരു വഴിയോ അവയും തീരം വജ്രീയ മഴയ്ക്കോലോ ഉമരും തുണയാനുമോയായ പൂകല്ലേ. ഞാനും എൻ സഹോദരനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതായ സമയത്ത് ഒരു ആയുധമല്ലയോ മാറിൽ തുറച്ചിരിക്കുന്നത്. ഈ ആയുധം നാരായണ സ്വാമിയുടെ ചക്രായുധമാണോ മനസ്സിൽ? പരമശിവന്റെ ശൂലായുധമാണോ മനസ്സിൽ?
രാമൻ എവിടെയെന്ന് നോക്കിക്കൊള്ളാം. ഇതാ നിൽക്കുന്നു രാമൻ. രാമ ഹേ രാഘവ, നിരായുധനായ എന്റെ മാറിൽ നീ അസ്ത്രം കൊടുക്കാൻ കാരണം എന്താണ്? ഹേ ബാലി കേൾക്കൂ. പെരിയ പിഴകൾ ചെയ്ത വെറും തൂയ സുഗ്രീവൻ എന്നിടം അഭയം പ്രാപിച്ചു. നീ അവന്റെ പത്നി രുണിയെയും രാജ്യത്തെയും ഭാഗ്യത്തെയും അപഹരിച്ചത് വലുതായ തെറ്റാണ്, വലുതായ കുറ്റങ്ങൾ ചെയ്ത ഹേ ബാലി. നീയും സുഗ്രീവനും ചേർന്ന് സുഖമായി വസിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ജീവനെ തിരികെ നൽകാം. ഹേ രാമ രാഘവ, ബാലി ബാലി എന്ന പ്രസിദ്ധിയോടെ ഇതുകാല വരെയും ഞാൻ ജീവിച്ചു. നിന്റെ അസ്ത്രം പെട്ടുകൊണ്ട് വടുവേറ്റുകൊണ്ട് വടുവാലി വടുവാലി എന്ന് അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലവേ ഇല്ല. അതിവേഗം എനിക്ക് അസ്ത്രത്തെ പഠിച്ച മോട്ടം തന്നാലും രാമ. ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ 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 രാമ. ഹേ സുഗ്രീവ, നീ രാജാവായും അംഗദൻ യുവരാജാവായും കിഷ്കിന്ധയിൽ വസിക്കുക. കാലം പോയി. ഇനി എല്ലാവർക്കും ലങ്കാരാജ്യത്തിലേക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെട്ടുകൊള്ളാം. രാമപുത്രം ഇന്ദ്രജിത്ത് 40 പടകളോട് കൂടി ചേർന്ന് യുദ്ധത്തിന് വരുമ്പോ കണ്ടില്ലേ? ഹേ മാരുതേ ഹനുമ, ഇന്ദ്രജിത്ത് കൂട്ടിവന്ന പടകളോട് കൂടി യുദ്ധം നടത്തിക്കൊള്ളുവായി. കത്തിരിക്കാൻ മുഖത്തോനെ നീ വില്ലെടുത്ത യുദ്ധം ചെയ്യാതെ കല്ലുകളെയും മരങ്ങളെയും എടുത്ത് പരാക്രമം പറഞ്ഞു നിൽക്കാതെ യുദ്ധം ചെയ്യടാ കുറങ്ങേ. വാഴാനീ പുരുത വല്ലയാകിലടവായടങ്ക ഉരകേശന ഓടനാമ പടയോവനോയട മോകവിത്തിലതും പോകിലേ കോടി കോളനിയായി പോതുമെട കൊണ്ട മാമിടി മുന്നിൽക്കുമോ വാഴമാമതല രൂപ നിൽപ്പനട വന്യരാമണി വാഴട. ഇന്ദ്രജിത്തെ കള്ള രാക്ഷസ കുടിയ അച്ഛൻ പെണ്ണുണ്ടാക്കും മകൻ നുണയും പറയും. യുദ്ധം ചെയ്യാൻ ശക്തിയുണ്ടെങ്കിൽ എന്നോട് കൂടി പൊരുതാൻ പാടാ.
ഹനുമക്കുഴങ്ങ് പോയല്ലോ. എടാ ലക്ഷ്മണ, നീ എവിടെ പോയടാ ഇത്രയും നേരം? നമുക്ക് അസ്ത്രത്തോട് യുദ്ധം ചെയ്യാം. ഇതാ നിന്റെ വില്ല് ഞാൻ പൊരിക്കുന്നു. എടാ എടാ ഇന്ദ്രജിത്തല്ലേ മഹാമായം എടുത്തു വരുന്നത്. ദേവാദികൾ മൂവാദികൾ കാണത്തക്കതാക ഇതാ ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. എടാ എടാ തപ്പേ. എടാ എടാ തപ്പേ. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി യുദ്ധത്തിന് പുറപ്പെടാം. ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാവരും വന്നിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം. ഇനി ആകാശ യുദ്ധം, ദിനത്തിലും രാമാനിൻപേർ മനത്തുളை പീഡനാടി വൽവിനെ വാറപോത് ഉണത്തുളായി മാറി മാറാതിൻ പാപം ഞാൻ ഓർമ്മേ. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. മന്ത്രി സുമന്ദ്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് വേഗം മുഴങ്ങട്ടെ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിൽ ഒന്നാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിൽ ഒന്നാം രാജാവായിരിക്കട്ടെ.
പട്ടത്തലശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തലശിയായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ഈ ദേശവാസികളെല്ലാം അയോധ്യ നിവാസികളെ പോലെ സുഖമായി വാഴ്ന്നിരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ. ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കിരീടം ധരിപ്പിച്ച് അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ. ഹേ രാമ രാഘവ, 60,000 സംവത്സരം രാജ്യം ഭരിച്ച ദശരഥ മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ. സാക്ഷാൽ നാരായണ സ്വാമി വൈകുണ്ഠത്തിലിരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ സൂര്യവംശത്തിൽ ഗുരുവായി വന്നത്. നീ വൈകുണ്ഠാധിപതിയാണ്. സാക്ഷാൽ നാരായണ സ്വാമിയുടെ അവതാരമാണ്. നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല. എന്നാലും ലോകത്തിൽ ഗുരുവും ശിഷ്യനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാനിതാ ദക്ഷിണ സ്വീകരിച്ചു കൊള്ളുന്നു. രാമ, നീ സുഖീ ഭവാൻ, ആയുഷ്മാൻ ഭവാൻ. കേട്ടയോ രാഘവ? ഈ മന്ത്രി സുമന്ദ്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊണ്ട് ഈ മംഗളനാട്യം തോൽപ്പാവക്കൂത്ത ഈ വേദിയിൽ അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയത് അനുഷ്ഠാനം എന്ന കലാസംഘടനയുടെ ഭാഗമായി ബി മനോഹരൻ പുത്തൂർ പടിയിട്ടത്തിൽ വീട്ടിൽ ഉത്രോട്ടായി നക്ഷത്രം ഏവൂർ ഭാഗത്തുള്ളതായിട്ടുള്ള ഈ മനോഹരൻ അവരുടെ വകയാണ്. ഈ തോൽപ്പാവക്കൂത്ത് വേദിയിൽ അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയതിന് അനുഷ്ഠാനം എന്ന കലാ സംഘടനയ്ക്കും അതിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മെമ്പർമാർ എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്നത്തെ പാവക്കൂത്ത് സ്പോൺസർ ചെയ്തിട്ടുള്ള ബി മനോഹരൻ അവർക്കും, മാത്രമല്ല തോൽപ്പാവക്കൂത്ത് കാണുവാൻ വന്നിട്ടുള്ള എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധമായിട്ടുള്ള ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും മേന്മയിലും ഉണ്ടാകട്ടെ എന്നും പ്രത്യേകമായി കൊണ്ട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഇവിടെ നടത്തപ്പെടുന്ന ആ ദശാവതാരം ചാർത്തിലേക്ക് എല്ലാവിധ ആ ചൈതന്യവും എല്ലാവിധ ഭവനങ്ങളിലേക്കും എത്തപ്പെടട്ടെ എന്നും അനുഷ്ഠാനം എന്ന സംഘടന ലോകാലോകമായും എല്ലായിടങ്ങളിലും എത്തിപ്പെടട്ടെ എന്നും ആശീർവദിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും കൂടാതെ എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടായി ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും മേന്മയിലും ഉണ്ടാവട്ടെ എന്നും ഈ കലാസംഘടന ഇനിയും വളർന്നു വരട്ടെ എന്നും ഇതിന്റെ സംഘാടകരും മാത്രമല്ല ദേശവാസികൾക്കും എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങളും നേർന്നുകൊണ്ട് മംഗളം പാടി സമ്മാനമായി നമുക്ക് വേദിയിൽ നിന്നും വിടപെട്ടുകൊള്ളാം. ദശാവതാര ചാർട്ടിന്റെ ഭാഗമായി വിഷുവേദിയോടനുബന്ധിച്ചും ഈ വേദിയിൽ തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം പുരാതനമായ ഇന്ന് മനുഷ്യൻ മുന്നിൽ കണ്ടുപിടിച്ചോ അത്രയും വർഷം പഴക്കമുള്ള ഒരു കലാരൂപമാണിത്. ഇത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കലാരൂപം കൂടിയാണ് പാവകളി എന്ന് പറയുന്നത്. ആ കലാരൂപത്തിന് വേദി നൽകിയ ഈ ദേശവാസികളോടും അതുപോലെ തന്നെ
അനുഷ്ഠാനം എന്ന ആ കലാരൂപത്തിൻ്റെ ആ അനുഷ്ഠാനം എന്ന ആ കലയെയും ആചാരങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സംഘാടകർക്കും ദേശവാസികൾക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും എല്ലാവർക്കും പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള നല്ല നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നൽകിക്കൊണ്ട് ലഭിച്ചുകൊണ്ടുള്ള കലാകാരന്മാരാണ് മനോജ്, വിജയകൃഷ്ണ, അഭിനവ്, അതുപോലെ തന്നെ ലാലു, അരുൺ, പ്രമോദ് എന്നീ കലാകാരന്മാർക്കൊപ്പം ഞങ്ങളുടെ തന്നെ 10-13 തലമുറകളായി ഞങ്ങളുടെ പൂർവികരാൽ സൃഷ്ടിക്കപ്പെട്ട ആ ഈ ഒരു കലാരൂപത്തിൻ്റെ ആ പാരമ്പര്യമായ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരാണ് ഈ തോൽപ്പാവക്കൂത്ത് കലയെ 68 കാലഘട്ടങ്ങൾ ജനകീയമാക്കി ആദ്യമായി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് അന്നെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ക്ഷേത്രകല ആചാരം അനുഷ്ഠാനത്തിൽ മാത്രം ഒതുക്കി നിന്നുകൊണ്ടുള്ള കലാരൂപത്തെ പുറം വേദിയിൽ കൊണ്ടുവരുമ്പോൾ അന്ന് ഒരുപാട് അപരാധങ്ങളുമെല്ലാം കേൾക്കേണ്ടി വന്നു. എങ്കിലും എൻ്റെ പിതാവ് അത് തുടങ്ങി വെച്ച ദൗത്യം ഇന്ന് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും ക്ഷേത്രം അതിന് പുറത്തും ഇതുപോലുള്ള വേദികളിലും എല്ലാം ഞങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അതിന് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും മലയാളികളുടെ ഭാഗത്തുനിന്നുണ്ടായതിൻ്റെ ഭാഗമായാണ് എല്ലാ മലയാളികൾക്കും പിന്നെ അഭിമാനിക്കാവുന്ന 2021 പത്മശ്രീ എന്ന പുരസ്കാരം ഈ കലയ്ക്ക് നേടിയത് അതിൻ്റെ കുടുംബത്തിലെ അംഗമായിട്ടുള്ള ഞാൻ പത്മശ്രീ രാമചന്ദ്ര പുലവരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും നന്ദിയും പ്രത്യേകം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മീശമാധവൻ ചലിപ്പിച്ച അതേ മാൻ തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് ചലിച്ചത് എന്നുള്ള അതിൻ്റെ അധ്വാനം എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾ ഏവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവിധമായ ആയുരാരോഗ്യ സമ്പൽസമൃദ്ധിയും ഉണ്ടാവട്ടെ. ഈ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ടുള്ള ശ്രീരാമസ്വാമിയുടെയും എല്ലാ ദേവീ ദേവന്മാരുടെയും ചൈതന്യം ഇപ്പം ഈ വേദിയിലും ഈ നാട്ടിൽ ഏവൂരിലും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും എത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാവരും സ്റ്റേജിൻ്റെ പിൻവശത്തേക്ക് വന്നുകൊണ്ട് മീശമാധവൻ എന്ന സിനിമയിൽ എങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചത് എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. 7ാം ക്ലാസ്സിൽ പാഠ്യവിഷയമായ കാരണം കൊണ്ട് കുട്ടികൾക്ക് പാവകൾ പാഠ്യവിഷയമാണ്. അപ്പോൾ ആ കാരണം കൊണ്ടും എല്ലാവർക്കും വന്നുകൊണ്ട് എൻ്റെ ചലനങ്ങൾ കാണാവുന്നതാണ്. എല്ലാവർക്കും കൂടി നന്ദി, നമസ്കാരം. വരിവരിയായിട്ട് പോകട്ടെ. ദശാവതാരമെങ്കിലും എന്നുള്ള പാല് സിനിമയിലെ കളിച്ച ഇതെല്ലാം തോലും ഉണ്ടാക്കി പക്ഷേ 50-60 വർഷം പഴക്കമുള്ള വായന മാൻ്റെ തോലും ഉണ്ടാക്കി വായന ഇവിടെ കാണുന്നത്. ഇത് മൂവി ചെയ്യിക്കുന്നത് നിങ്ങൾ കൈ പിടിച്ചു ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിരിക്കും. സേഫ്റ്റി പിൻ ചെയ്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പാടില്ല. നിങ്ങളിത് പഠിപ്പിക്കുന്നുണ്ടോ? വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കും അങ്ങനെ മ്യൂസിയൊക്കെ ഉണ്ട്. അവിടെ തന്നെ വിദേശം സ്വദേശം അത് പഠിക്കുന്നുണ്ട്. ആകളെ വെച്ച് റീസർച്ച് ചെയ്യുന്നുണ്ട്. ആഗ്രഹമുള്ള കളിപ്പിച്ച് നോക്കാം കേട്ടോ. സാമ്പാടിപ്പൊടി അങ്ങനെ പറ്റിയ ആരും മാറിക്കണ്ട, കളിപ്പിച്ച് നോക്കാട്ടോ. തീ വരുന്നത് ഇങ്ങനെയാണ്. മേലേക്കാണ്.
ഇങ്ങനെ പോകുന്നതനുസരിച്ച് പഠിക്കാൻ കൊടുക്കും. നമ്മുടെ രാമായണമല്ലേ ആദ്യമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ വരും. അവിടെ മ്യൂസിയം ഉണ്ട്, അവിടെ ചെറുതായിട്ട് പപ്പിറ്റ് ഷോയും ഡോൾ പപ്പിറ്റ് അങ്ങനെ രീതിയിൽ കുറേ തരത്തിൽ പാവം